ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് മൂവി ചെയ്യുന്നു 1993 എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അങ്ങനെ സിനിമ പറയാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത്രയും ആളുകളുടെ ഇമോഷൻസ്, ഇത്രയും ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സബ്ജക്റ്റാണ് ക്രിക്കറ്റ്. അപ്പം ഞാൻ 2013 സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് വേൾഡ് കപ്പ് കിട്ടുന്നത് 1983 അപ്പോൾ അത്രയും വർഷങ്ങൾ ഈ ഇമോഷനിലൂടെ കടന്നു പോയിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, അതായത് എനിക്ക് എൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്ന കഥയാണ്, എനിക്കിത് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. നിങ്ങളുടെ സിനിമ കണ്ടു വിപിൻ ജയ് ഹേ ചെയ്ത വിപിൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ പടം കണ്ട് കരഞ്ഞു പോയി, കാരണം ഞാൻ പറയാനിരുന്ന സിനിമയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ താല്പര്യമില്ലാത്തൊരു കഥയായതുകൊണ്ടല്ലോ, അപ്പോൾ അങ്ങനെ തോട്ട് വന്നില്ലായിരിക്കും ആളുകൾക്ക്. സ്പാ ബേസ് ചെയ്തൊരു സിനിമ ഒരു പക്ഷേ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുമായിരിക്കാം. അങ്ങനൊരു തോട്ട് വന്നില്ല, അതുകൊണ്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. അത് പറയാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തൊരു കഥ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇന്റർനാഷണലൊക്കെ സ്പാ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്, ഹിന്ദിയിലും വന്നിട്ടുണ്ട്. പക്ഷെ വേറെ തരത്തിലുള്ള അതൊരു ഡാർക്ക് സൈഡായിരുന്നു. ഒരു പെൺകുട്ടി അവളുടെ ഒരു സ്പാ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി അവളുടെ ഫാദറിനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു കഥ, അനുരാ കശ്യപിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് കുറച്ചൊരു അക്കാഡമിക് സ്വഭാവമുള്ള ഒരു സിനിമയാണ്. ഞാൻ പക്ഷേ ഈ സിനിമയെ കുറച്ചുകൂടി ഒരു ഫൺ, ഒരു ആളുകൾക്ക് തിയേറ്ററിൽ ഒരുമിച്ചിരുന്നിരിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് ചിരിക്കാൻ വേണ്ടി, ഒരുമിച്ച് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം, ചിലപ്പോൾ ആളുകൾ ഒരുമിച്ച് തലയിൽ കൈവയ്ക്കുമായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഇമോഷൻസ്, ഇതൊരു ഭയങ്കര സാഡായിട്ടുള്ള ഇമോഷൻ, അത്തരത്തിലുള്ള സീക്വൻസുകളില്ല. പക്ഷെ ആളുകൾ ചിരിക്കുകയോ അമ്പരക്കുകയോ അല്ലെങ്കിൽ തലയിൽ കൈവയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സീക്വൻസുകളുള്ളൊരു സിനിമയാണ്. ആ സിനിമ എനിക്ക് അങ്ങനെ തോട്ട് വന്നപ്പോൾ ഞാൻ ചെയ്തതേ ഉള്ളൂ. എനിക്ക് 2015 എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഒരു തോന്നൽ വന്നതാണ് ഈ സിനിമ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം സ്പാ ബേസിലൊരു സിനിമ വന്നതല്ല. ഇതിങ്ങനെ വിത്ത് പാകി ഒരു 10 വർഷം എടുത്തു എന്ന് പറഞ്ഞു സിനിമ ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ ഒരു പേര് വെച്ചായാലും ഇപ്പൊ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് അശ്ലീലമായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും വിളിക്കാനായിട്ട് തന്നെ. അപ്പൊ അവരോടൊക്കെ ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മളൊരു കമന്റുകൾ ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇടും. ആ ഒരു സിനിമയുടെ പോസ്റ്റർ ഇടുമ്പോൾ തന്നെ ഈ സിനിമയെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ പറയും ഇത് പൊട്ടുന്നു, കമന്റ് വരും, ഇത് പൊട്ടും, ഇത് കൊള്ളത്തില്ല, ഇത് ഡിസാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയാൽ അല്ലെങ്കിൽ ട്രെയിലർ ഇറക്കിയാൽ അത് കാണുന്നതിന് മുൻപ് തന്നെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്ന ആളുകളോട് അവർ ചിലപ്പോൾ അതങ്ങനെ പറയുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സിനിമ ഇറക്കി വിടുക. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു കമൻറ്റുകളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ തോന്നലാണെങ്കിൽ പറഞ്ഞോളട്ടെ, അവർ കമൻറ്റല്ലേ ഇടുന്നുള്ളൂ. സിനിമ ചെയ്യുന്നത് ഞാനല്ലേ. അപ്പോൾ ആ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കാണും. ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം വരിക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അവർ 15 പേരെ വിളിച്ചു വരുത്തും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ വരാനിരിക്കുന്ന 15 പേരോട് വരണ്ടെന്ന് പറയും. അതിൻ്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് സിനിമ റിലീസ് ചെയ്ത ശേഷമാണ്. സിനിമ റിലീസേ ആവാതെ കമൻറ്റ് പറയുന്നതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിട്ട് നമ്മളുടെ ജോലി സിനിമ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. സ്പാ എന്ന സിനിമ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിസിനസ് വശമാണോ, അതായത് സ്പാ എന്ന ഒരു മേഖലയുടെ ബിസിനസ് വശത്തെ കുറിച്ചാണോ, അതോ അവിടെ എത്തുന്നവരുടെ മാനസിക വികാരങ്ങളെ കുറിച്ചാണോ ചർച്ച ചെയ്യുന്നത്? സ്പാ എന്ന് പറയുന്ന സിനിമ അത് ചില മൊമെന്റ്സ് ആണ്. അതായത് മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. കഥാപാത്രങ്ങൾ മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷനാണ് അതിനകത്ത് പറയുന്നത്. കുറച്ചുകൂടെ ഡയലോഗ് ഓറിയന്റഡ് ആണ്. പലതരം മനുഷ്യർ തമ്മിലുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇന്ററാക്ഷൻസ് ആണ് ആ സിനിമ പറയുന്നത്. ഇതൊരു ഇറോട്ടിക് സിനിമയല്ല, ഇതൊരു
ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു. ഇതൊരു എറോട്ടിക് സിനിമയല്ല, ഇതൊരു എന്താ പറയുന്ന അങ്ങനെ പറയാം, മനുഷ്യർ തമ്മിൽ കാണുന്നതിനെ കുറിച്ചുള്ള അവർ തമ്മിലുള്ള സംഭാഷണങ്ങളാവാം, അവർ തമ്മിലുള്ള കണ്ടുമുട്ടലാവാം, എൻകൗണ്ടർ ആവാം. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, പരിചയമില്ലാത്ത മനുഷ്യന്മാർ തമ്മിൽ കാണുമ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ടാവും. അതൊക്കെയാണ് സിനിമ പറയുന്നത്. ഡേഞ്ചറസ് എൻകൗണ്ടേഴ്സ്. സുധി, ഇപ്പം നോക്കണം, ജയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം കോമ്പറ്റീഷൻ അടിച്ച് തുടങ്ങി, അതിനുശേഷം കിസ്മത്ത്, അതിനുശേഷം പിന്നെ ഒരുപാട് അന്യഭാഷാ ചിത്രങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇപ്പൊ സ്പായിലെത്തിയിരിക്കുന്നു. ഈ ഒരു ജേണി എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പൊ ശ്രുതി കുറച്ചു നേരം മുന്നേ പറഞ്ഞു, ഇപ്പം മറ്റു പല ജോബുകളിൽ നിന്നും വന്ന് ഇപ്പൊ സിനിമകളിൽ എത്തിക്കുന്ന ആൾക്കാർ. അപ്പൊ മെയിനായിട്ട് അത് ശ്രുതി തന്നെയാണ് ആക്ച്വലി, കാരണം വലിയ ഇൻസ്പിറേഷനുമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത്. അപ്പൊ ഈ ജേണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ആക്ച്വലി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്നെ ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവാണ്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഐ എക്സ്പ്രസ് ബെറ്റർ ഇൻ ഇംഗ്ലീഷ് ദാൻ മലയാളം. സോ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു സ്റ്റേ ഇൻ എ ബോക്സ്. എൻ്റെ പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മെനി തിങ്സ്. ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. ഞാൻ ബോംബെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ NGOസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിരുന്നു. പിന്നെ ഞാൻ മോഡലായിരുന്നു. പിന്നെ ആങ്കറിങ് കുറേ ചെയ്തു. പിന്നെ ആക്ടിങ് ചെയ്തു. സോ ഇറ്റ് ഹസ് ബീൻ ആൻ അഡ്വെഞ്ചർ. ഞാനിങ്ങനെ പ്ലാനിങ് ഇട്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ബിക്കോസ് പൈലറ്റിൻ്റെ എക്സാംസ് എല്ലാം കൊടുത്തിട്ട് ഞാനെല്ലാം പാസ്സായിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ മുല്ല എന്നൊരു പടം, ലാൽജോ സാറിൻ്റെ മുല്ല എന്നെ ഓഫർ ചെയ്തത്. അപ്പോൾ ഐ വെന്റ് ആൻഡ് ആക്ടഡ് ഇൻ ദ ഫിലിം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഫിലിം ലാൻഡ്. അപ്പോൾ ഞാൻ പൈലറ്റിംഗ് വേണ്ടെന്ന് വെച്ചു. ഇൻഫാക്ട് മൈ സിസ്റ്റേഴ്സ് നൗ പൈലറ്റ് ഇൻഡിഗോ എയർലൈൻസ്. സോ വാട്ട് എവർ ഐ ട്രൈഡ്, എന്തോ എനിക്ക് ആ ഒരു പാത്തിൽ, എനിക്കൊരു ഡിഫൈൻ ചെയ്തൊരു പാത്തിൽ ഐ ഹവ് നെവർ ബീൻ ഏബിൾ ടു just go through it. I wanted to experience everything. എല്ലാത്തിലും അത് ഫെയിലിയർ ആയാലും ശരി, ഞാൻ അങ്ങനെയല്ല എൻ്റെ ലൈഫ്, എൻ്റെ ജേർണി ഡിഫൈൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് വേണം. സോ ഇറ്റ്സ് ബീൻ എൻ അഡ്വെഞ്ചർ റിയലി, ആൻഡ് I'm having a lot of fun. And adventure ഇങ്ങനെ ചെയ്ത് നടന്ന് look where I'm sitting among some fantastic people. I'm talking to so many of you all. ഇത്ര ആൾക്കാരെ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ്ലി ഞാൻ പറയുന്നത് കേൾക്കാണ്. So I'm a lucky girl, അല്ലേ? Yes. Ringtones. Anybody else? Sure. ഇപ്പം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പാ കേന്ദ്രങ്ങളെല്ലാം ഒരു വിവാദം, അതായത് ഒരു വിവാദ വിഷയമായിട്ടാണ് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്താഗതി ഈ സിനിമയെ ശരിക്കും ബാധിക്കും എന്നൊരു പേടിയും കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം അവരെ കൂടെ ആകർഷിക്കണം, അവരെ കൂടെ നല്ല ഒരു മോശം ഇവിടെ അല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചാലല്ലേ ആ സിനിമ കാണാനുള്ള ഒരു ഇഷ്ടം വരുള്ളൂ. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ആ ഒരു പേടിയില്ലാതെ എടുക്കാൻ കാരണം? അല്ല, അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഗ്രേ ഷെയ്ഡ് ലൈഫിലുള്ളതല്ല. മനുഷ്യർക്ക് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ ഒരു കഥാസന്ദർഭത്തിന് അത് ഗ്രേ ഷെയ്ഡിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ ആളുകൾ പറയുന്നത് ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ്, ഇങ്ങനെയുള്ള ഇടമാണ് എന്നും പറയുന്നതല്ല പറയുന്നത്. നമ്മളൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം രസകരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ ഏരിയകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏരിയ, മനുഷ്യരുടെ കോൺഫ്ലിക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. മനുഷ്യരുടെ കോൺഫ്ലിക്ട്സുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ തിരഞ്ഞെടുത്ത് അവിടുത്തെ മനുഷ്യരെ കുറിച്ച് പറയുന്നതാണുള്ള ഒരു ഫിലിം മേക്കറിന് അതാണ് കുറച്ചുകൂടെ ഒരു കഥ പറയാനെളുപ്പം. സ്പായിൽ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ, അവിടെ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ, അവിടെ കഥാപാത്രങ്ങൾ പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഒരു കഥയെ എടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഇടം
നമ്മൾ സൊസൈറ്റിയിലുള്ളതല്ലേ, സൊസൈറ്റിയിലുള്ള ഒരു ഇനമാണ് അത്. അതിൻ്റെ പോസിറ്റീവ്സ് ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. ഇപ്പം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്ന മരുന്നുകൾ, ഡ്രഗ്സുകൾ, അത് ആ ഡ്രഗ്സിനെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, ഇതിൻ്റെ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. ഇത് തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ആണ് ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യർ തമ്മിൽ കൂട്ടിമുട്ടാൻ സാധ്യതയില്ല, അത്തരത്തിലുള്ള ഇടമാണ്. അല്ലാതെ ഇതൊരു അയ്യോ ആളുകളൊന്നും വരാൻ സാധ്യതയില്ല, ഇത് കാണാൻ സാധ്യതയില്ലല്ലോ എന്ന് ഒരു ഫിലിമൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒട്ടുമേ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും ഒരു തരത്തിൽ ചിന്തിച്ച ഒരു പരീക്ഷണമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണോ ഈ സിനിമയും കാണുന്നത്? എല്ലാ സിനിമയും പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. ഒരു പരീക്ഷയിൽ പാസ്സായിട്ട് നമ്മൾ ആ ഉത്തരങ്ങൾ മുഴുവൻ പിന്നീട് എഴുതി വയ്ക്കുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. എല്ലാം പുതിയതാണ്, നമുക്ക് അറിഞ്ഞുകൂടാ ഇതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സിനിമ ചെയ്തു, ഒരു സിനിമ വിജയിച്ചു. ആ വിജയിച്ചത് അതേ ഫോർമാറ്റ്, അതേ കഥ, അതേ തിരക്കഥയിൽ രണ്ടാമത് വരുമ്പോൾ ഇതെന്തിനാണ് ഇത് മറ്റേ സിനിമയല്ലേ എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ വിജയ ശതമാനം ഇങ്ങനെയല്ല. ഒരു സിനിമയ്ക്ക് എപ്പോഴും വിജയ ശതമാനം 10% വിജയമുള്ളൂ, 90% പരാജയ സാധ്യതകളും 10% വിജയ സാധ്യതകളും മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അപ്പോൾ ഓരോ കഥയും ഓരോ സിനിമയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ല. ഒരു പ്രാവശ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ കൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വീണ്ടും അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നല്ലല്ലോ സിനിമ. അതൊരു വേറൊരു ക്രാഫ്റ്റ് അല്ല. ടെക്നിക്കലി എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷെ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് പുതിയതാണ്. അതിനകത്തുള്ള കഥാസന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ഗ്രാഫ് എല്ലാം വേറെയാണ്. അതുകൊണ്ട് എല്ലാ സിനിമകളും പരീക്ഷണങ്ങൾ തന്നെയാണ്. എൻ്റെ എല്ലാ സിനിമകളും പരീക്ഷണങ്ങളാണ്, ഈ സിനിമയും പരീക്ഷണമാണ്. കാരണം ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൂട്ടമായിരുന്ന് രസിക്കാൻ വേണ്ടിയിട്ടും ചിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അതല്ലാതെ ഇതൊരു ഫിലോസഫിക്കൽ സിനിമയോ ഒരു ഇൻ്റലക്ച്വൽ സിനിമയോ ദുർഗ്രാഹ്യമായ സിനിമയോ ഒന്നുമല്ല. ഇത് ആളുകൾക്ക് കണ്ട് രസിക്കാൻ വേണമെങ്കിൽ രസിക്കാം, ചിരിക്കാം, വിമർശിക്കാം, ചർച്ച ചെയ്യാം, അതിനൊക്കെ സാധ്യതകളുള്ള സിനിമയാണ്. ഇത്രയും ഒരു എളുപ്പം ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറെ അധികം റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് ആരും കണ്ടത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം? എല്ലാ സിനിമയെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്യാതെ, കാരണം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ സംവിധായകൻ ഒരു സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ആയിരിക്കും ഞാൻ ഇങ്ങനെ തന്നെയാണോ പെർഫോം ചെയ്യേണ്ടത്, ഈ ഡയലോഗ് ഓർമ്മ ഇങ്ങനെ ഈ കഥാപാത്രം ഡയലോഗ് പറയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പലതരം ചോദ്യങ്ങൾ ഈ സെറ്റിലുള്ള ആർട്ട് ഡയറക്ടർ നമ്മൾ ചോദിക്കും. ഈ ആർട്ട് പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നത് കൃത്യമാണോ, കറക്റ്റാണോ, ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ആക്ടേഴ്സ്, ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാ സമയത്തും എല്ലാ ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ടെക്നീഷ്യൻസും നമ്മളോട് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ അതങ്ങനെ വേണ്ട, യെസ് ഓർ നോ ഒരു സംവിധായകൻ പറയണം. അത് തെറ്റായാലും ശരിയായാലും ആ യെസ് ഓർ നോ പറയണമെങ്കിൽ മിനിമം നമുക്കൊരു ധാരണ വേണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ യെസ്സും നോയും നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അത് ഈ സിനിമയെല്ലാം ഞാൻ എന്ത് സിനിമയെ കുറിച്ച് ചെയ്താലും ആ പഠനമില്ലാതെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊത്തം എൻ്റെ ഇമാജിനേഷനിലുള്ള കാര്യമായിരിക്കും. ആ ഇമാജിനേഷനിലുള്ള കഥ പറയുമ്പോഴും ആ ലോജിക് വൈസ് ഉള്ള ആൻസേഴ്സ് പറയാൻ ബാധ്യസ്ഥനാണ്. അറിവില്ലാതെ പറ്റില്ല, അറിവ് ശേഖരിക്കാതെ പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മേയറുടെ നേതൃത്വത്തിൽ. ഈ അധികം വൈകാതെ കൊച്ചിയിലേക്കും ഈ സ്പാ കേന്ദ്രങ്ങളിലേക്ക് റെയ്ഡിന് വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചിത്രം അതായത് ബിസിനസിന്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, മോശം രീതിയിൽ നടത്തുന്നവരുണ്ടാവും, നല്ല രീതിയിൽ നടത്തുന്നവരുണ്ടാവും. ഈ ചിത്രം സ്പാ ഇൻഡസ്ട്രിക്ക് പോസിറ്റീവ് ആവോ അത് നെഗറ്റീവ് ആവോ റിലീസായി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ഇതൊരു സിനിമയായിട്ട് മാത്രം കാണേണ്ട ഒന്നാണ്. ഇതൊരു ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമ മാത്രമാണ്. ഇതൊരു ഡോക്യുമെൻ്ററി അല്ല. നിങ്ങൾ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ
യൂട്യൂബ് അടിച്ച് നോക്കിയാൽ സ്പായിലെ റെയ്ഡുകൾ അല്ലെങ്കിൽ സ്പായിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കൊച്ചി സ്പാ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന മുഴുവൻ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളായിരിക്കും, കാര്യങ്ങളായിരിക്കും. അങ്ങനെ എത്രയോ വാർത്തകൾ യൂട്യൂബിൽ കിടക്കുന്നു, എത്രയോ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം വീഡിയോയിൽ വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും പലപ്പോഴായിട്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടോന്നാണ് സ്പായെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്പായുടെ ഗ്രേ ഷെയ്ഡ്സിനെ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ്സ് പറഞ്ഞിട്ടില്ലായിരിക്കും, നെഗറ്റീവ്സ് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ വന്നു കഴിയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഇതിനെ ചിരിക്കുമായിരിക്കും. എന്തായാലും യൂട്യൂബിൽ വാർത്തകളിൽ വന്നിട്ടുള്ളത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റിൽ സിനിമ ഒരു വലിയ മാധ്യമമായതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നേക്കാം. ഇത് സ്പായെക്കുറിച്ച് മാത്രമല്ല, സൊസൈറ്റിയിലുള്ള മനുഷ്യന്മാരെക്കുറിച്ച്, മനുഷ്യരുടെ ഹിപ്പോക്രസിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സ്പായെക്കുറിച്ച് മാത്രമല്ല. പിന്നെ അത്തരത്തിൽ ഒരു സ്പായിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു, അല്ലെങ്കിൽ ഇനി അത് കൊച്ചിയിലേക്ക് റെയ്ഡ് വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭയക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ടത് ഒരുപക്ഷെ ഈ സ്പാ നടത്തുന്ന ആൾക്കാരെ കുറച്ചൊരു ബെറ്ററായിട്ട് സംസാരിക്കാം. എനിക്കുള്ള സുകേഷ് സ്പാ നടത്തുന്ന ആളാണ്. സുകേഷിന് എന്തെങ്കിലും പറയണമെങ്കിൽ താങ്കൾക്ക് സുകേഷിനോട് ചോദിക്കാം. ഞാൻ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സുകേഷ് എന്തെങ്കിലും പറയണം. എനിക്കൊരു സ്പാ ഓണർ ഇതിനെക്കുറിച്ച് ഇതുവരെ എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സുകേഷിനോട് ചോദിക്കാം. സുകേഷ്. ഹലോ. എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷണൽ സ്പാ ഓണർ എന്നത് തൊട്ടേക്കും ഒരു സ്പാ ഓണറെ തന്നെ ചിലപ്പോൾ കണ്ടു കാണില്ല. നമ്മളെപ്പോഴും വാർത്തകളിൽ കുറെ ഇങ്ങനെ കേൾക്കുന്നതാണ് അല്ലേ. എൻ്റെ പേര് സുകേഷ്. ഞാൻ 2010 മുതൽ ഇവിടെ എറണാകുളത്തുണ്ട്. ഞാൻ IT മേഖലയിലായിരുന്നു. ബാംഗ്ലൂർ, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, അതേപോലെ തന്നെ ഇവിടെ 2014 മുതൽ ഐ ഹാവ് ബീൻ റണ്ണിങ് IT services company called Cubitual Solutions, and I started SPA in 2019. So I was also a consultant with the United Nations as an online strategy consultant. I have worked in various different fields when it comes to online strategy and communication. So ഞാൻ ആദ്യമായി ഒരു സ്പായിൽ കയറുന്നത് ഞാൻ 2010 ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ബാംഗ്ലൂരിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് 2010 എനിക്കൊരു ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. 5-6 മണിക്കൂറുണ്ട്. അവരെനിക്ക് വേറെ ടിക്കറ്റൊക്കെ തന്നു. ഞാൻ കറങ്ങിയാണെങ്കിൽ എന്ത് ചെയ്യും ഈ സമയം കൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു സ്പാ ഉണ്ട്, O2 സ്പായാണ്. ഇന്ന് ആ ബ്രാൻഡ് ഇന്നില്ല, വേറെ ബ്രാൻഡാണ് അവർ. അപ്പോൾ ഞാൻ മടിച്ച് പേടിയോടെ, കാര്യം നമ്മൾക്ക് അന്ന് ഞാൻ ഇൻകമൊക്കെ വളരെ പ്രശ്നത്തിലാണ്, ക്രെഡിറ്റ് കാർഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മടിച്ച് ഞാൻ ആ സ്പായിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ചോദിച്ചു, മെനു ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇവര് ഫുഡ് മസാജ്, ഹെഡ് മസാജ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പ് മസാജ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ കുഴപ്പമൊക്കെ കാലിൽ തേച്ചു കൊടുക്കും, നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ തേച്ചു കൊടുത്താലാണ് എനിക്ക് ഈ പരിപാടി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫുഡ് മസാജ് ആവാം, മെനു നോക്കി ഫുഡ് മസാജ് ആവാം. ആൻഡ് ആ മൂമെന്റ് ആക്ച്വലി ചേഞ്ച് മൈ ലൈഫ്. അതായത് എൻ്റെ സ്പായിൽ ഞാൻ പറഞ്ഞത് എവ്രി വൺ ഡിസേർവ്സ് എ ഗുഡ് മസാജ് എന്നാണ്. ദ മൂമെന്റ് ദാറ്റ് ആ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ടച്ച് ചെയ്യുന്ന മുതൽ ആ ഒരു 45 minutes ഐ വാസ് ലിറ്ററലി സ്ലീപ്പിംഗ്. അന്നാണ് ഞാൻ ആക്ച്വലി സ്പാ എന്താണ് ഒരു എക്സ്പീരിയൻസ് എവരി വൺ ഷുഡ് ഗെറ്റ് എന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. ആൻഡ് ദെൻ ഞാൻ ഇങ്ങനെ വലിയ സിറ്റീസിലൊക്കെ പോകും, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ്. വലിയ സിറ്റീസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ നല്ല സ്പാ എന്ന് നോക്കി ഐ യൂസ് ടു ഗോ ദേ. ആൻഡ് അങ്ങനെ 2019 അന്ന് നിങ്ങൾ ഈ കാണുന്ന വെളിയും പുകയൊന്നും ഇല്ല കേട്ടോ. 2019 ഞാൻ എന്താ പറയാ എന്റേതായ സ്പാ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോട്ടോൺ ഡേ സ്പാ എന്നാണ് പേര്. കൊച്ചിയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ നമ്പർ 1 പ്രൊഫഷണൽ ഡേ സ്പാ ബ്രാൻഡാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആൻഡ് ഓൾസോ വി ഹാവ് 4 ബ്രാഞ്ചസ്. ഗ്രാൻഡ് മാളിലുണ്ട് എടപ്പള്ളി, അതുപോലെ തന്നെ MG റോഡ് സെൻട്രൽ സ്ക്വയർ മാളിലുണ്ട്, തോപ്പുംപടിയുണ്ട്, തൃപ്പൂണിത്തുറയുണ്ട്. ആൻഡ് വി ഹാവ് പ്ലാൻസ് ടു സ്പ്രെഡ് അക്രോസ് സൗത്ത് ഇന്ത്യ ആൻഡ് ഇന്ത്യ. ഈ O2 ഒക്കെ നിങ്ങൾ കേട്ടില്ല, അതുപോലെ ഒരു വലിയൊരു ബ്രാൻഡായി മാറണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ ഒരു എന്താ പറയാ പോലീസോ അല്ലെങ്കിൽ മറ്റു അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പാ എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ സുകേഷ് ചോദിച്ചത് സ്പാ സിനിമ ഇറങ്ങുന്നു, ഇതിനകത്ത് ഗ്രേ ഷെയ്ഡ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
അൺപ്രൊഫഷണൽ ആയിട്ടുള്ള എൻ്റെ സ്പാ കുറച്ച് അൺപ്രൊഫഷണലാണ്. ഞാൻ നടത്തുന്നത് പ്രൊഫഷണൽ സ്പായാണ്. നമ്മുടെ സിനിമയിലുള്ളത് കുറച്ച് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള സ്പായാണ്. അത്തരത്തിലുള്ള സ്പായെ കുറിച്ച് സിനിമ വരുമ്പോൾ ഇത് സ്പായെ ജനറലൈസ് ചെയ്ത ആളുകൾ കാണുകയും ഇത് ഇത്തരത്തിലുള്ള റെയ്ഡ് വരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ പൊതുവെ ഇപ്പം നടക്കുന്ന തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു, സ്പാ പൂട്ടപ്പെടുന്നു, അത്തരത്തിലുള്ള ഈ ആക്ഷൻസ് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ശരിയ തെറ്റുകളെ കുറിച്ച് എന്താണ് പറയുന്നുള്ള എനിക്ക് അദ്ദേഹം ചോദിച്ചത് അല്ലേ? ഓക്കെ, അതെ, അത് ഫണ്ടമെന്റലി ഞാൻ ഒരു സമൂഹത്തിന്, ആ സമൂഹം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും എല്ലാത്തിനെ പറ്റിയും. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ മേയറൊക്കെ വളരെ നല്ല ആളാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് അവരൊക്കെ പറയുന്നത്. എല്ലാവർക്കും നല്ല ഉദ്ദേശമാണ്. എല്ലാ ഫീൽഡിലും ഉള്ളതുപോലെ തന്നെ ഈ ഫീൽഡിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നാണല്ലോ നമ്മൾ പത്രവാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർക്കാർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നമ്മളെ പോലെ നടന്ന ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് നന്നായി പ്രൊഫഷണലായി ട്രെയിൻഡ് സ്റ്റാഫിനെ കൊണ്ടും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നടത്തുന്ന ഇഷ്ടംപോലെ സ്പാകളുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയെ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സമൂഹം അതാണ് ആവശ്യപ്പെടുന്നെങ്കിൽ ആവശ്യമാണ്. ആൻഡ് അതിൽ നമ്മളെ പോലുള്ളവരെയും കൂടി സർക്കാർ വിളിക്കുകയും ചർച്ച ചെയ്യുകയും എന്താണ് ഇതിൽ നമ്മുടെ ഭാഗത്തുള്ള പറയാനും കൂടി കേട്ട് കഴിഞ്ഞാൽ മേ ബി എന്താ പറയാ അത് നല്ലതായിരിക്കും. എത്തരത്തിലുള്ള അതുപോലെ ഇടപെടലിൽ സാധ്യത ചെയ്യണമെന്നാണ് ഞാൻ പറയാം. അതായത് പ്രീവിയസ് മൂവി ഇപ്പോ ആക്ഷൻ നിർമ്മിച്ചു, അത് പോലീസുകാര് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇപ്പൊ സ്പാഡ് ചിത്രീകരിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അത് ബാഡാവോ നെഗറ്റീവോ എന്ന് എപ്പോഴും ചിന്തിച്ചിട്ടില്ല. കാരണം സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വരുന്നുണ്ട്, അത് സെക്സ് സർവീസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതാണ് കമന്റുകളായിട്ട് ഇങ്ങനെ വരുന്നത്. അത് പക്ഷെ ഇപ്പോഴും കറക്റ്റ് റൈറ്റ് ടൈമിലാണ് വരുന്നത്. ഞാൻ ഷൈൻജായിട്ടുമായിട്ട് ഈ പടത്തിന്റെ ആലോചന ഘട്ടത്തിൽ തന്നെ പുള്ളി റിസർച്ചിന്റെ സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പുള്ളിയായിട്ട് സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായത് ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്, ഒരിക്കലും എന്റെ സ്പായോ മറ്റൊരു സ്പായോ. ഇത് എബ്രിഡ് ഷൈൻ്റെ സ്പായാണ്. അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എബ്രിഡ് ഷൈൻ്റെ സ്പാ എങ്ങനെ ഉണ്ടാവും ഞാൻ ഡാറ്റ കളക്ഷൻ പല സ്ഥലത്ത് എടുക്കുകയും പിന്നീട് നമ്മൾ ഇമാജിനേഷനിൽ എൻ്റെ സ്പാ ജനറലൈസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ സിനിമ അത് അതെ അത് കുറച്ച് ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങൾ ഒക്കെ ഈ പറയുന്നത് സാങ്കല്പികമാണെന്നോ, ഈ കഥയും ഈ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്നൊരു ടാഗ് ഞാൻ എൻ്റെ മുന്നിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു നല്ല സ്പായിൽ പോകാത്തതുകൊണ്ടാണ് ഈ ചിന്ത എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് സ്പാ എന്ന തിയേറ്ററിൽ റെയ്ഡ് നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് ചിത്രമാണ്, ഇങ്ങനെ സിനിമയുണ്ട് എന്ന് നിങ്ങൾ പറയണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതെ, ഇത് രണ്ടുതരം ജേർണലിസം കഴിഞ്ഞ ആൾക്കാരാണ്. ചോദ്യം സുകേഷ് അലൻ വരൂ. സ്പാ എന്ന് പറയുന്ന തിരുമൽ കേന്ദ്രങ്ങൾ, മസാജ് സെന്റർ, അവിടെ സ്പാ ചെയ്യുന്നതുകൊണ്ട് ഇത് ഇത്തരത്തിൽ മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ? ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ബോഡി മസാജാണ്. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ സ്പാ എന്ന് പറയുമ്പോൾ സെക്സുമായിട്ട് മാത്രം ആദ്യം റിലേറ്റ് ചെയ്യാം. പക്ഷെ അത് അങ്ങനെയല്ല. സ്പാ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്യുന്ന ഒരു മസാജാണ്. അത് പല രാജ്യങ്ങളിൽ പല രീതിയിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും പല രാജ്യങ്ങളുടെ സ്പായിൽ വരുമ്പോൾ മസാജിന്റെ പേരാണ് അറിയുന്നത്. ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു മനുഷ്യനല്ല, ഒരു ജീവനുള്ള ശരീരത്തിന് അവന് കൂടുതൽ ഉന്മേഷം വരിക ചെയ്യും. മാത്രമല്ല, ഒരു മനുഷ്യന്റെ രീതിയിൽ ഏറ്റവും കൂടുതൽ അവൻ അനുഭവിക്കുന്നത് സ്ട്രെസ്സാണ്. നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇപ്പൊ നമ്മൾ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് പകുതിയോളം, ചിലപ്പോൾ ഒരു 100% തന്നെ നമുക്കത് ഇല്ലാതാക്കുന്നത് ഈ ഒരു ബോഡി മസാജ് കൂടിയാണ്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. അതിനൊരു ഫിസിയോളജിക്കൽ എഫക്റ്റ് ഉണ്ട്. ബോഡി മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യാം. നെർവ് എൻഡിങ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉള്ളൂ, ഇത് സ്റ്റിമുലേറ്റ് ചെയ്യാം, നമ്മുടെ സ്ട്രെസ് കുറയും.
സോ നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് ഇപ്പൊ അത്ലറ്റിക്സ്, നോർമൽ അത്ലറ്റിക്സ്, നമ്മുടെ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഒക്കെ ഇവർ ഡെഫിനറ്റ്ലി മസാജ് ചെയ്യുന്നവരാണ്. പക്ഷെ നിങ്ങൾ അറിയില്ല അവർക്ക് അതിന്റെ ഗുണം എന്താണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു പ്രൊഫഷണൽ സ്പാ, നമ്മുടെ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് തരത്തിലുള്ള സ്പായാണ് നടക്കുന്നതെന്ന് വ്യക്തമായ അറിവില്ല. കാരണം അതൊക്കെ ഒരു ബിസിനസിന്റെ സൈഡാണ്. പ്രൊഫഷണൽ സ്പാ എന്ന് പറയുന്ന ഒരു ബോഡി മസാജ് നിങ്ങൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ എന്താ പറയാ ശ്രദ്ധാലുവായി തീരും നിങ്ങളുടെ ജോലികളിൽ. അതൊരു ഇതിന്റെ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ആണ്. അതിന് യാതൊരുവിധ മാറ്റമില്ല. ഈ ഇത്തരത്തിലുള്ള സുകേഷ് പ്രൊഫഷണൽ തെറാപ്പി, തിരുമൽ, മസാജ്, അത് എങ്ങനെയാണ് അൺപ്രൊഫഷണലായി മാറുന്നത് എന്നുള്ളത് ഇതാണ് അവർക്ക് അറിയേണ്ടത് അല്ലേ? അത് എപ്പോഴാണ് ഇത് പ്രൊഫഷണലിസത്തിൽ നിന്ന് അൺപ്രൊഫഷണലിസത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ടോ? മാറാതെ നിങ്ങൾ എങ്ങനെ ഇതിനെ അല്ലേ? ഒരു ഇഞ്ചിന്റെ വ്യത്യാസം അല്ലെ, അരയിഞ്ച് 3/4 ഇഞ്ചിന്റെ വ്യത്യാസമാണ് പ്രൊഫഷണൽ. 3/4 വ്യത്യാസത്തിന്റെ വ്യത്യാസമാണ് വ്യത്യാസം. പ്രൊഫഷണലി ട്രെയിൻഡുകളെല്ലാം അവർക്ക് ഈ 3/4 ഇഞ്ച് ഗ്യാപ്പ് എവിടെയാണെന്ന് കൃത്യമായി അറിയുന്നവരാണ്, അത് പാലിക്കുന്നവരാണ്. നിങ്ങൾ ഈ 3/4 ഇഞ്ചോ അല്ലെ 1/2 ഇഞ്ചോ ഗ്യാപ്പ് വിട്ട കാര്യം മാറി. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ സ്പാകള് അതിന് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്, ട്രെയിനിങ്സ് ഉണ്ട്, സർട്ടിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെയാണ് പ്രൊഫഷണൽ സ്പാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ഉണ്ടോ ഇത്? തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു കോഴ്സ് ഏകീകരിക്കപ്പെട്ട രീതിയിലില്ല. ഐ മൈസെൽഫ് ആം ട്രെയിൻഡ്. ഞാൻ VLCC ഓറിയന്റൽ സ്പാ തെറാപ്പിയിൽ സർട്ടിഫൈ ചെയ്ത ആളാണ്. ആൻഡ് ഒരുപാട് ഇപ്പം എൻ്റെ സ്റ്റാഫ് എല്ലാം നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റാഫാണ്. അതായത് തെറാപ്പിസ്റ്റുകളല്ല, ഫീമെയിൽ തെറാപ്പിസ്റ്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് നോർത്ത് ഈസ്റ്റിൽ ഒരുപാട് സ്ഥലത്ത് സർക്കാരിൻ്റെ തന്നെ നേതൃത്വത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മളും ചിലപ്പോഴൊക്കെ ട്രെയിൻ ചെയ്ത് അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. ഒരു ഏകീകൃതമായി ഒരു സർട്ടിഫിക്കേഷൻ സമ്പ്രദായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വാഗതം ചെയ്യും. അതിന് സ്പാ സെന്റേഴ്സിന് വല്ല അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആരും സമീപിച്ചില്ല, ആരും എന്നെ സമീപിച്ചില്ല. സ്പാ എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ഒരു ടൗണിന്റെ പേരാണ്. അവിടുത്തെ വാട്ടർ തെറാപ്പി, അവിടുത്തെ ഹൈഡ്രോ തെറപ്പി, അതായത് വെള്ളം കൊണ്ട് തെറപ്പി ചെയ്യുന്നത് ബോഡിയിലത്തെ ക്ഷീണമൊക്കെ സ്ട്രെസ് മാറ്റിയെടുക്കുന്ന ഒരു തെറപ്പി. ഐ തിങ്ക് 16th or 17th century അവർ ഡിസ്കവർ ചെയ്തതാണ്. ആ സമയത്ത് that is a small city in Belgium was called Spa. അപ്പോൾ അവിടെ നിന്നാണ് പേര് വന്നത്. കൂടാതെ വേറെ വെർഷൻസ് ഉണ്ട് അല്ലേ? എന്താണ് അതിന്റെ വേറെ വെർഷൻസ് എന്താണ്? ശരി, സിനിമയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സിനിമ കണ്ടാൽ മനസ്സിലാവും. എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഈ മുക്കാലിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ, ആ വ്യത്യാസത്തിന് ഉത്തരവാദി സ്പാ നടത്തുന്നവരോ സ്പാ സ്പെഷ്യലിസ്റ്റ് തെറാപ്പിസ്റ്റുകളല്ല, അതിന് ഉത്തരവാദി ചെല്ലുന്ന ആൾ കൂടിയാണ്. ഞാൻ ചോദിക്കുന്നത് എനിക്ക് മുകളിൽ സംസാരിക്കുന്നത് എനിക്ക് പേടിയുണ്ട് കേട്ടോ. അതെ, ഒരു കാര്യം, ശ്രുതി ആയുർവേദ മസാജിന്റെ ഡോക്ടറാണ്. ഇവർക്കും തിരുമലുണ്ട്. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. അപ്പോ ശ്രുതി ഷീസ് എ ഡോക്ടർ. പ്ലീസ് ബി റെസ്പെക്ട്ഫുൾ. ആയുർവേദ ഡോക്ടറാണ്. സ്പായും ആയുർവേദ തെറാപ്പിയും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. സ്പാ ഈസ് നോട്ട് ആയുർവേദ തെറാപ്പി. സോ അത് എല്ലാവരും മനസ്സിലാക്കണം. If you go to any Ayurveda treatment center and take the treatment, I think you will definitely have a clear, line between spa and spa massage is not Ayurveda treatment. Ayurveda treatment is completely different, wherein we take care of doshas, dhatus, and all the physical, mental, metabolic fire. Everything is involved in Ayurvedic treatment. ശ്രുതി ഡോക്ടർ സ്പായിൽ പോവാറുണ്ടോ? ഞാൻ പോകാറുണ്ട്. ഡോക്ടർ ഒരു സ്പായിൽ പോകും. Spa is something like a refreshment and relaxing kind of treatment. It's not therapy. It is, your disease cannot be cured with spa, but it can be cured with Ayurveda.
I do go to spa just to stress relieving, relaxation. സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതെ. ഡോക്ടർ സ്ട്രെസ് ഉള്ളപ്പോൾ സ്പായിൽ പോകാറുണ്ട്. പോകാറുണ്ട്. ഡോക്ടർ പോയിട്ടുള്ള ഒരു നല്ല സ്പായുടെ പേര് പറയുന്നത് പ്രോട്ടോണിൽ പോയിട്ടുണ്ട് ഞാൻ, ആൻഡ് ലോട്ടസിൽ പോയിട്ടുണ്ട്. I think these two are the one I frequently go. I do take treatment in my own center also. സ്പായിൽ നടക്കുന്ന പ്രൊഫഷണൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷേ I did not have any problem with any of the spa which I have had. ഇന്ത്യയിൽ പോയിട്ടുണ്ട്, ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്, തായ്ലാൻഡിലും പോയിട്ടുണ്ട്. I did not find any wrong in any of the spas which I have visited. ഈ സ്പാ തെറാപ്പി ചെയ്യുന്ന ആളുകൾ, ഈ തെറാപ്പിസ്റ്റുകൾക്ക് ഈ ജോലി അറിയാം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ് ഈ തെറാപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടല്ല ഇവർക്ക് ഇത് അറിയാമോ ഇല്ലെന്ന് ഡോക്ടർക്ക് എങ്ങനെ മനസ്സിലാവും? അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും പഠിച്ചിട്ടാണ് അറിയുന്നത്, ബട്ട് ദ എക്സ്പീരിയൻസ് മേ ബി 5 years 10 years എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്ക് their hand will move in different, they'll have a different technique of treatment. It is not that you learn from a school, it is all practice. So we get to know when if the therapist is a new journey or a 1 year experience, 5 year experience, we get to know when they do that trick. ആയുർവേദ നമ്മുടെ ട്രീറ്റ്മെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. Medicines are also different. എണ്ണത്തോടിയിലെ No, it's all different. Completely different. തിരുമെന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഈ സ്ഫടികത്തിലെ ലാലേട്ടനെ ചവിട്ടി തിരുമുന്നത്. അത് വേറെയാണ്. കേരള Ayurveda treatment is different. There is a technique called Kalari. I am not very well experienced in that, and I don't know much about it. I think someone else who know about it can explain it well. Kalari is completely different, and Ayurveda is different. Yeah. Maybe I think someone having something. നമ്മുടെ കേരളത്തിലാണെങ്കിലും പുറത്തുനിന്ന് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്സ്റ്റീൻ ഫയൽസിലേക്ക് പോലും ഈ പറഞ്ഞ കേരള മസാജ് എന്ന് പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഒരു ടൂറിസം മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് ഈ മസാജിനെ പറ്റി. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആയുർവേദ ടൂറിസം ആണ് കേരളത്തിൽ കൂടുതൽ. ഈ ആയുർവേദയുടെ പേര് വെച്ചിട്ട് പീപ്പിൾ they make use of എക്കണോമിക്ക് വേണ്ടിയിട്ടാണ് they use manipulation എന്ന് പറയാം, but I don't want to blame anyone. It's all they are അവരവർക്ക് വേണ്ടതുപോലെയാണ് അവർ ചെയ്യുന്നത്, but they really cannot use Ayurveda in the spa, but they are doing. I don't have any problem, nobody will have a problem, but Ayurveda is different, that's all. ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നേരത്തെ ഡോക്ടർ ചോദിച്ചു ഈ ചവിട്ടി തിരുമലിൻ്റെ കാര്യം. I have experienced in പെരിങ്ങോട് പൂങ്കുളി മനക്കിൽ ചവിട്ടി തിരുമുന്ന ആളുകളുണ്ട്. അവർ തിരുമുന്ന സമയത്ത് ഒരു കയർ കെട്ടി തൂക്കിയിട്ട് ആ കയറിന് മുകളിൽ പിടിച്ചിട്ടാണ് അവർ ഈ കാലിൻ്റെ തള്ളവിരൽ വെച്ചിട്ടാണ് ആ പ്രഷർ കൊടുക്കുന്നത് ഫുൾ ബോഡിക്കകത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ കയ്യിൻ്റെ മുകളിലാണ് ഒരു ഫുൾ ബോഡി ബാലൻസ് ചെയ്തുകൊണ്ട് ഈ തള്ളവിരലിൽ കൂടിയാണ് നമ്മുടെ ബോഡിയിലത്തെ ഓരോ പോർഷനെയും പ്രസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചവിട്ടി തിരുമുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ കണ്ണ് സ്ക്രീനായിരിക്കും, അത്രയും കോൺസെൻട്രേഷനാണ് അവർക്ക്. അവിടെയുള്ള ഓരോ ചിലരുടെ അറിയാൻ ഞാൻ പേര് പറയുന്നില്ല. ഹി ഗോട്ട് സംടൈംസ് ഹിസ് ഐസ് വിൽ ബി ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ നോക്കിയിട്ടാണത്. സോ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയുണ്ട്. അതിനെ നിങ്ങളൊരു വെറുതെ ഒരു സ്പാ എന്ന് പറഞ്ഞിട്ട് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇംഗ്ലീഷ് പറയുമ്പോൾ സ്പാ ആയിരിക്കും, ഇവിടെ ചവിട്ടി തിരുമലായിരിക്കും. സോ നമുക്കത് എടുക്കേണ്ടത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാം. ഇവിടെ പല പബ്ബുകളുണ്ട്, പബ്ബുകളെല്ലാം നന്നായിട്ട് പബ്ബ് പോലെ മ്യൂസിക്കും കാര്യം പോകുന്നുണ്ട്, ചിലതിൽ ഡ്രഗ് വെക്കുന്നുണ്ട്. സോ ഇതെല്ലാം പേര് അത് തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് ഈ സ്പാ എന്ന് പറയുന്നത് നമ്മൾ വി ആർ നോട്ട് ഷോയിങ് ബാഡ് സൈഡ് ഓർ ഗുഡ് സൈഡ്. ഇത് എവറി ചൈൻസ് സ്പാ, ഇറ്റ്സ് എ സിനിമ. ഡോണ്ട് കം ടു ദ തിയേറ്റർ ഫോർ ദ വെയിറ്റ്. ഞാൻ സ്പാ എന്ന് പറയുന്ന സിനിമയിൽ സ്പായുടെ ഗുണഗണങ്ങളോ സ്പായുടെ ദോഷവശങ്ങളെ കുറിച്ചോ സംസാരിക്കുന്ന സിനിമയല്ല. ഇതൊരു അവയർനെസ് ക്ലാസ്സുമല്ല സ്പാ. അത് പൂർണ്ണമായിട്ടും എൻ്റർടൈൻമെൻ്റ് ആണ്. അതിനകത്ത് കുറേ കഥാപാത്രങ്ങളുടെ അക്രമങ്ങളാണ്. ഇത് ഇദ്ദേഹം എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു.
ഏറ്റവും ആദ്യം ഒരു കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിലും ഉണ്ട് ഇതേ ചവിട്ടി തിരുമ്മലുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ചിലപ്പോൾ വിജയേട്ടൻ പറഞ്ഞ രവിയേട്ടൻ പറഞ്ഞ പെരിങ്ങോട് വിജയേട്ടൻ്റെ അടുത്തും കുമുള്ളിയിലൊക്കെ നടക്കുന്നത് ചികിത്സാ കുഴിച്ചിലുകളാണ്, ഞവരക്കിഴി അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ ഞാൻ കഥകളി പഠിച്ചിട്ടുള്ള ആളാണ്. 6-7 വർഷക്കാലം തണുപ്പുള്ള കാലത്ത് കഥകളിക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെയും മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള അതും ചവിട്ടി തിരുമ്മലാണ്. കൈകൊണ്ടും കാലുകൊണ്ടും ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചറും താന്ന് നിൽക്കലും ആ കഥകളി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയ്യൊരു പടവുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഇത് കളരിപ്പയറ്റിനുണ്ട്. അതും ഈ സ്പായുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപയോഗിക്കുന്നത് കൈയും കാലുമാണെന്ന് മാത്രം. ഗീതു അലോപ്പതി ഡോക്ടറാണ്. അപ്പോൾ അലോപ്പതി ഈ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോലും സ്പാ ഉണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതോ ആക്ച്വലി സ്പാ ആൻഡ് മസാജിങ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ മസാജിങ് ട്രീറ്റ്മെൻറ്റ് അതൊരു ആയുർവേദ തെറാപ്പിയാണ്. ബട്ട് സംഹൗ ദ സ്പാ ഇറ്റ്സ് സംതിങ് ലൈക്ക് മസാജിങ്. ഇപ്പോൾ നമ്മളൊരു ഓർത്തോ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ സം മസിൽസ് പെയിനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിൽ റെഫർ ടു ദിസ് physiotherapy department. So physiotherapy is the same, some kind of massaging and some exercise they will advise. Appo and even allopathy somehow something is related to massaging. I'm not talking about spa alla, but it's in spa center I think ഈ മസാജിങ് തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റേ സെന്റേഴ്സ് I don't know. ബട്ട് സ്പാ എന്ന് പറയുമ്പോൾ ഇവൻ ഞാനൊരു കോസ്മെറ്റോളജിസ്റ്റ് ആണ്. അപ്പം സ്കിൻ ലൈഫ് എന്നാണ് എൻ്റെ ക്ലിനിക്കിൻ്റെ പേര്. അപ്പോൾ ഈ കോസ്മെറ്റോളജി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ മസാജിങ്ങിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡുണ്ട്. കാരണം നമ്മളൊരു പേഷ്യൻറ്റിനെ മസാജ് ചെയ്യുമ്പോൾ ഫേഷ്യൽസ് മെഡിഫേഷ്യൽസ് ഒക്കെ ചെയ്യും. അത് വെച്ച കൈൻഡ് ഓഫ് മസാജിങ്. അപ്പോൾ ഒരു ടിഷ്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ ഒരു ഈവൻ ചെറിയ രീതിയിൽ ഇപ്പോൾ ഹെയർ ഒക്കെ ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ഈ മസാജിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അലോപ്പതി സൈഡിലും മസാജിങ് ഇസ് ഗുഡ്. ഡോക്ടർ മസാജിങ്ങിന് പോയിട്ടുണ്ടോ? ഈവൻ ഐ തിങ്ക് എല്ലാ ഡോക്ടേഴ്സും ഈ സ്പാ സെന്റേഴ്സിൽ പോകും. ബിക്കോസ് മസാജിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ട്രീറ്റ്മെന്റ് സൈഡ് പറയുമ്പോൾ കുറച്ച് ഹാർഡ് മസാജിങ് ആയിരിക്കും. അവർക്ക് കുറച്ച് ട്രിഗർ പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാരലൈസ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻസിനൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് മസാജിങ് സെന്റേഴ്സിൽ പോയിട്ട് കുറേ നാളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അവർക്ക് സം കൈൻഡ് ഓഫ് ഒരു റിലീഫൊക്കെ വരാറുണ്ട്, കുറച്ച് ഇമ്പ്രൂവ്മെന്റും വരാറുണ്ട്. അപ്പം സംതിങ് ഈസ് ദേർ ഇൻ ദാറ്റ് മസാജിങ്. Tell me one thing, നിങ്ങൾ ആരെങ്കിലും മസാജ് എടുത്തിട്ടില്ല? Nobody has taken You haven't taken a massage? ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സിനിമ കണ്ടതിന് ശേഷം ബ്രദർ സ്പാ സെന്ററിൽ ചെല്ലും. അതിന് ശേഷം ബ്രദറിന് സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഞാനതിൽ സിനിമയായിട്ട് തന്നെ കാണണമെങ്കിൽ ഇതൊരു സിനിമയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇത് എവറിഷൈൻ സ്പായാണ്. ഈ സിനിമയിൽ കാണിക്കുന്നതൊന്നും ശരിയല്ല. ഇതിലെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും വെറും ഇമാജിനേഷൻ മാത്രമാണ്. ഇങ്ങനെയാണ് സ്പാ എന്ന് വിചാരിച്ച് ചെന്ന് പ്രശ്നത്തിൽ പെടരുത്. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. നിങ്ങൾ പ്രോട്ടോൺ സ്പായിൽ ചെന്നാൽ ഓക്കെയാണ്. അങ്ങനെ കുറെ നല്ല അടിപൊളി സ്പാസ് ഉണ്ട്. പക്ഷെ എനിക്ക് പരിചയമുള്ള അദ്ദേഹമാണ്. അങ്ങനെ ഒരുപാട് സ്പാകളുണ്ട്. പക്ഷെ ഈ സിനിമയിലെ പോലെയാണെന്ന് വിചാരിച്ച് ചെന്ന അവസാനം കുഴപ്പത്തിലാവരുത്. ഇത് മൈക്ക് വെച്ച് അല്ല മൈക്ക് വെച്ച് ചോദിച്ചോ? മഞ്ജു മഞ്ജുനും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാനിങ്ങനെ പല ഇന്റർവ്യൂസിലും ശ്രുതി ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കേട്ടു.
ഞാൻ ശരിക്കും കുറേയധികം സ്പാ സെന്ററുകളിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടുത്തെ സ്പാ, ഇവിടുത്തെ സ്പാ എന്നൊക്കെ പറഞ്ഞ കംബോഡിയ സ്പാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശരിക്കും ഇതുപോലെ ഒരു പ്രൊഫഷണൽ സ്പാ സെന്റേഴ്സിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ശ്രുതിയുടെ ആ ഒരു അനുഭവവും ഇപ്പോഴത്തെ ഒരു വിവാദവും നമ്മുടെ സ്പായും കൂടെ ചേർത്ത് 3 കാര്യങ്ങൾ കൂടെ ചേർത്ത് പറഞ്ഞാൽ എന്തായിരിക്കും ശ്രുതിക്ക് ഷെയർ ചെയ്യാനുണ്ടാവുക? ഞാൻ പറയാം, സ്പാ എന്ന് വെച്ച് ഒരു മസാജ് എടുക്കുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. വെൻ യു ഗെറ്റ് ടയേർഡ്, അത്ലീറ്റ്സ് എല്ലാം അവരുടെ ഒരു അത്ലറ്റിക് ലൈഫിൽ അവർ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഒരു മസാജ് എടുക്കണം. അങ്ങനെയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഫുൾ ഡേ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്രസ് കോൺഫറൻസ്, your hips, your legs will be hurting at some point in time when you become 30, 35. അതൊക്കെ വേദനിക്കാൻ തുടങ്ങും. That's just how humans are. ശ്രുതി, ഒറ്റ കാര്യം, 1.5 ഇഞ്ച് 3/4 ഇഞ്ച് ശ്രദ്ധിക്കണം. അത് സാറ് ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് you will have to take a massage. ഒന്ന് പോയിട്ടൊരു മസാജ് എടുത്താൽ you will feel the difference. You can stand straight. ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. I'm telling you, our body, നമ്മുടെ physiology is such that our body shape മാറും. അത് കാരണം ചിലവർക്ക് സ്കോളിയോസിസ് വരും, ചിലവർക്ക് ബോൺസിന്റെ ഇഷ്യൂ വരും. അപ്പൊ അതൊക്കെ ഒന്ന് തിരുമ്പി മാറ്റാനുള്ള വെരി സൂപ്പർഫിഷ്യൽ ലെവൽ. അതായത് യു ഹാവ് ടു. ആൻഡ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് മസാജിന്റെ ഒരു വൺ ഓഫ് ദ ബർത്ത് പ്ലേസസ് ഓഫ് മസാജ് ഇൻ ഒഴിച്ചിൽ ഇസ് കേരളം. കോട്ടയ്ക്കൽ എൻ്റെ മദർ ഇൻ ലോ ആൻഡ് ഫാദർ ഇൻ ലോ എവറി ഇയർ, അവർ ഗുജറാത്തീസ് ആണ്, സൗത്ത് ഇന്ത്യൻസും അല്ല, എവറി ഇയർ 1 month ഇവിടെ കാലിക്കറ്റിൽ വന്നിട്ട് ദേ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിലിന് വേണ്ടി മാത്രം, കംപ്ലീറ്റ് ബോഡി ഡീറ്റോക്സിന് വേണ്ടിയിട്ട് ദേ കം ഹിയർ. ഐ എം നോട്ട് സെയിങ് ഒഴിച്ചിലും സ്പാലും നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഒഴിച്ചിൽ ഇസ് എ ലിറ്റിൽ മോർ ഡീപ്പർ, മോർ സയന്റിഫിക് വേർഷൻ ഓഫ് എ സിമ്പിൾ മസാജ്. നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് കാലും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലേ? കാല് വേദനിക്കുമ്പോൾ ഞാൻ വലുതായിട്ടും ടിൽ മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ഐ വുഡ് പ്രസ് ഹെർ ഫീറ്റ് ആൻഡ് പ്രസ് ഹെർ ലെഗ്സ് ആൻഡ് ഗിവ്. സോ എവ്രിവെയർ ജസ്റ്റ് ഐ എം വെരി സർപ്രൈസിംഗ് ആരും സ്പാ പോയിട്ട് മസാജ് എടുത്തിട്ടില്ല എന്ന്. യു ഹാവ് റൈറ്റ്, യു ഹാവ്. അതെ, ഞാൻ പറയട്ടെ, ഞാൻ കാര്യം നോട്ടീസ് ചെയ്ത് എല്ലാവരും നോട്ടീസ് ചെയ്തു. ഈ ആണുങ്ങൾക്ക് മാത്രം ഭയങ്കര നാണം, പെണ്ണുങ്ങൾ പോയിട്ട് സ്പാ എടുത്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ആണുങ്ങൾ ഇൻവോൾവ് ആവുമ്പോഴാണ്. ശ്രുതി, എന്താണെന്നറിയാമോ, സ്ത്രീകൾക്ക് മസാജ് ചെയ്യുമ്പോൾ അത്ര കുഴപ്പമില്ല. ഇത് 1.5 ഇഞ്ച് 3/4 ഇഞ്ചിന്റെ പ്രശ്നം അതാണ് ഈ സമൂഹത്തിലെ ഒരു പ്രശ്നം. നിങ്ങൾ അവിടെ പോയിട്ട് അനാവശ്യം കാണിച്ചാൽ ചിലപ്പോ റെയ്ഡ് വരും. അവിടെ പോയിട്ട് ഒരു മസാജ് എടുത്താൽ റെയ്ഡ് വരും. അത് റെയ്ഡിനെ നിങ്ങൾ പോവേണ്ടത് വളരെ ഓതന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോവേണ്ടത്. അത് നിങ്ങൾ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തണം. താല്പര്യമില്ല. പിന്നെ പൈസ ഡെയിലി വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താൽ പോരെ? വർക്കൗട്ട് ചെയ്താലും യു വിൽ നീഡ് മസാജ്. റെഗുലർ വർക്കൗട്ട് ചെയ്യുന്നതാണ് യൂഷ്വൽ മസാജ്. സ്പോർട്സിലുള്ള ആൾക്കാർ പോകും. അതൊന്നും ചോദിച്ചു. ആക്ച്വലി ഞാനൊരു കൊളാബിന്റെ ഭാഗമായിട്ട് പോയതാണ്. ഇതേപോലെ കുറെ കുത്തുവാക്കുകൾ അതിന്റെ പേരിൽ ഞാൻ കേട്ടിട്ടുമുണ്ട്. സീരിയസ്ലി. അല്ല, ഞാൻ പറഞ്ഞ സൊസൈറ്റിയിൽ നമ്മളിപ്പോഴും സ്പാനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ സൊസൈറ്റിയിൽ യാതൊരു കുഴപ്പവും നടക്കുന്നില്ലെന്നൊന്നും പറയുന്നില്ല. സ്പാ സിനിമയിൽ തന്നെ കുഴപ്പങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ നമ്മളിങ്ങനെ സ്പാ തന്നെ ഗ്ലോറിഫൈ ചെയ്യല്ല, പക്ഷെ നമ്മൾ കാരണം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടരുതല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരാളെ കൂടെ ഒന്ന് സംസാരിക്കണം, അതുകൊണ്ടാണ്. സുജി കഴിച്ചു പോയി. സുജി നാഗാലാൻഡിൽ നിന്നാണ്. സുജി സുജി की मसाज आप करती हो? है हो? एक्चुअली मैं करती है वेस्टर्न मसाज. उसमें होता है अरोमा, स्वीडिश एंड डीप टिश्यू, बैलेंस एंड थाई. ऐसा होता है. अगर मसाज के बारे में आप कुछ पूछना चाहते हैं तो पूछ लीजिए. हाँ जी, पूछिए. कुछ पूछ लीजिए. ഇംഗ്ലീഷിലും നാഗാലാൻഡിലെ ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കാം, നാഗാ ഭാഷയിലും സംസാരിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല.
हाँ जी क्वेश्चन नहीं करा तो मैं एक्सप्लेन कर सकते हैं if we कुछ क्वेश्चन है तो पूछ लीजिए। मैं आपको एक बात पूछूं, आप एक प्रोफेशनल थेरेपिस्ट हो, राइट? If right now, just for like 30 seconds, are you comfortable showing? इसके बाद। अच्छा, ओके। सुची, और इस प्रोफेशन में आप आके कितने साल हो गए? 5 years हो गया। 5 years। और कैसे लगा आप इस प्रोफेशन में है, आपको कैसे लगा? और लोगों को ये रिलैक्सेशन मिलता है क्या? लोग क्या पूछते हैं नॉर्मली आकर? एक्चुअली थेरेपिस्ट करने के लिए बहुत पेशेंस की जरूरत होता है। जैसे कि कोई क्लाइंट्स अच्छा भी आता है, कोई क्लाइंट्स कुछ रैंडम क्लाइंट्स भी आता है, तो उसके लिए बहुत हमें भी पेशेंस रखना चाहिए। तो क्या होता है, वेस्टर्न मसाज में अरोमा होता है जो प्रेशर बिल्कुल लेस होता है, और स्वीडिश में नॉर्मल प्रेशर होता है, और डीप टिश्यू में थोड़ा हार्ड होता है, एंड बैलेंस में स्ट्रेचिंग प्लस हार्ड होता है, और थाई में ड्राई होता है जो स्ट्रेचिंग होता है, सब स्ट्रेचिंग होता है। तो आपके वहाँ पे जो मसाज करने के लिए आता है लोग, कोई बदतमीजी पूछता है आपसे? जैसे कोई पूरा मसाज किया, पूरा ट्रीटमेंट आपको आपने दे दिया, और उसके बाद कुछ ना कुछ लोग कुछ पूछते हैं क्या आपसे? या बदतमीजी करते हैं आपके साथ? बदतमीजी करते नहीं, कुछ बात करते हैं, कुछ पूछते हैं क्या? वैसे ये मसाज के अलावा कुछ है क्या? वैसे कुछ पूछते हैं क्या? हाँ पूछता है, लेकिन हम लोग प्रोफेशनल है तो हम लोग नहीं करता है। അല്ല ചോദിക്കുന്നവരുടെയാണ് കുഴപ്പമെന്നാണ്. प्रोफेशनल स्पा में भी होता है ऐसा, जितना प्रोफेशनल हो तो भी कोई क्लाइंट आता है जो पूछता है, लेकिन भी हम लोग प्रोफेशनल है तो हम लोग नहीं देता है, तो बस बात वही पे खत्म। പല മനുഷ്യരും ഇവിടെ ചെല്ലും, അങ്ങനെ പല ആളുകളും അൺപ്രൊഫഷണൽ ആയിട്ട് അവരോട് സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷണലിസം കാരണം അത് ഹാൻഡിൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആളുകൾ ട്രെയിനിങ് കിട്ടി കാണും. ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ഇൻ എ പ്രൊഫഷണൽ ഫാഷൻ? എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾ തെറാപ്പിസ്റ്റിനെ നേർക്ക് നേരെ കിട്ടിയിട്ടുണ്ട്, സ്പാ ഓർഡറിൽ കിട്ടിയിട്ടുണ്ട്, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പച്ചയ്ക്ക് ചോദിക്കാം. മേജർ സാർ ഒരു മാസത്തിൽ എത്ര വട്ടം ചെയ്യാറുണ്ട് സ്പാ? സ്ഥിരം പോകുന്ന കിടത്തി ചികിത്സ? ഇല്ല, ഇത് കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. മേജർ ഓ അത് ശരി, അത് എന്റെ പൊന്നു മോനെ, എന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഞാനങ്ങനെ മസാജ് സെന്ററിൽ പോകുകയാണെങ്കിൽ ഇവർ ആദ്യം പിടിച്ച് കൗത്തി കിടത്തും. ഈ കൗത്തി കിടത്തി കഴിഞ്ഞാൽ പുറകിൽ ആരായിരിക്കുന്ന പോലും കാണാൻ പറ്റില്ല. പിന്നെ എന്ത് ചോദിക്കാനാണ്? അത് ഏറ്റ് ഞാൻ ഉത്തരം കിട്ടിയപ്പോ. സോ ദേ ഡു ഇറ്റ് പ്രൊഫഷണലി. ഞാൻ മസാജ് സെന്ററിൽ പോയിട്ടുണ്ടാവില്ല. ആയുർവേദിക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ റീസെന്റ് I had some problem and I had to go to some spa which was recommended by somebody who had an experience. ഈ അറേഞ്ചിന്റെ പ്രശ്നം അവിടെ ഉണ്ട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും എനിക്ക് തോന്നിയില്ല. Because it's your approach. If you are in a perverted mood and going to a spa, you will be asking that kind of questions to these kind of people. If you are not a perverted, you are going for your relaxation. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1.5 ഇഞ്ച് അറേഞ്ചിന്റെ വ്യത്യാസം. ഞാനല്ല സുകേഷ് ഇനി നമുക്ക് അതിന് പ്രശ്നം വരുന്നില്ല. ബിക്കോസ് വെൻ യു നോട്ട് പെർവേർട്ട്. വിജയുടെ അടുത്ത് ഒരാളോ ചോദിച്ചു സ്പായിൽ പോകണോ, അപ്പൊ വിജയ് പറഞ്ഞാൽ എന്താ പറയുക? ഐ ആം മാരീഡ്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ ദാറ്റ്. ഹി സെഡ് ദാറ്റ്. സാർ മസാജിൽ പോകാറുണ്ടോ ഇല്ലയോ? മസാജിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് അനുഭവമാണ് സാറിന് ഉണ്ടായിട്ടുള്ളത്? ലോകത്തുള്ള ഏതൊക്കെ മസാജ് സെന്ററിൽ സാർ പോയിട്ടുണ്ട്? മസാജ് തെറാപ്പി നല്ലതാണോ ഇല്ലയോ? മസാജ് തെറാപ്പി ഒരു സമൂഹത്തിൽ എന്തെങ്കിലും വിപത്തുകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും ചോദ്യങ്ങൾക്ക് മറുപടി സാറിന് മലയാളം പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്പായിൽ പോയിട്ടില്ല. എനിക്ക് സുകേഷ് പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ റിലാക്സേഷന് വേണ്ടി ആരോ എന്നെ ഞെക്കണം തിരികണം. I know how to relax myself. I have total control over my mind and body. Every morning I work out for 1.5 hours. I don't work out. I go badminton, and that is an overall exercise which really keeps me fit and okay. അപ്പം സ്പായിൽ പോകേണ്ട ഒരിക്കലും ആവശ്യമോ
അല്ലെങ്കിൽ റിലാക്സേഷന് വേണ്ടിയോ ഈ സ്ട്രെസ് ബസ്റ്റിംഗ് വേണ്ടിയോ I don't believe in that. You know, like, I'm not saying it's wrong. If you are having so much pain in your body and so much stress, go do it. I mean, nobody's stopping you. Each one to his own. അല്ലേ? എനിക്ക് ആവശ്യം തോന്നിയിട്ടില്ല. അത് ഞാൻ മാരീഡ് ആണെന്ന് പറഞ്ഞതൊരു ജോക്കായിട്ടാണ് പറഞ്ഞത്. I don't think these are sex symbols or anything. എനിക്ക് തോന്നുന്നില്ല. Because ചിലർ പറഞ്ഞ പോലെ ചിലർക്ക് ആവശ്യമുണ്ട്. ചിലരുടെ അനാവശ്യം, ചിലരുടെ ആവശ്യമായിരുന്നു. അത് അവിടെ ചെല്ലുന്ന ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഇവിടെ ചെന്ന് മസാജ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ടെർമിനോളജി ഉണ്ടല്ലോ ഈ സ്പാനെ പറ്റി. അപ്പൊ ഞാനത് ബേജറും ഷൈൻ്റെ അടുത്തും പറഞ്ഞു, അവരും ചോദിച്ച സ്റ്റോറി എങ്ങനെയാണ് ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന് പറയരുത്. Because that is a catchword. Like, അതാണ് ഈ സ്പാൻ്റെ ഒരു catchword. These are the negative things because നമ്മുടെ മനസ്ഥിതി അനുസരിച്ച് അവിടെ പോകുമ്പോൾ നമ്മൾ what we expect അതാണ് ഇതിന്റെ ആ കോട്ടൺ ഷാഫിഞ്ച് പോകുന്നത്. അല്ലെങ്കിൽ if I have to go for a ആവശ്യം കയ്യിലൊന്ന് വേദന, ഒരു നാടി ഞരമ്പുകളെ സാറിനൊന്ന് സിമുലേറ്റ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ കയ്യില് ഒരു മസാജ് ഫസ്റ്റ് എഫേർട്ട് I tell my wife to അവളോട് അവളുടെ ശരിയാവും. She does not, she like pinches your nerve or something like that. Because it's a professional study. I just want her to press my place and explain it. Don't catch the nerve and pinch it and pinch my nose. No. ഇവിടെ ചെന്നിട്ട് ചുമ്മാ തന്നാ That's all. Only your hand hurt. Only your hand will hurt. Normally, my calf muscles hurt. So that's because I play badminton I play quite heavily. So you make your wife do massage? I don't bully her in any way. I wear a calf support. You know. Alila, I'm asking. He said I'll make my wife massage. That's why I'm asking. If she has, I'm telling you, if she has a leg pain and say on the car, you do that. I do it. I do it. That is how it should. Yeah, that is how it. That was I was getting to. Yeah, sure. And the cunning question, why it came to Major Ravi only? First, let me ask you. അല്ല, അതിന്റെ ഒരു ഉത്തരം കൂടെ ഞാൻ പറയാം സീരിയസ് ആയിട്ട്. I had gone recently why because അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ എന്താണ് സൂചി എടുത്തിട്ട് കുത്തുന്ന അക്യുപ്രഷർ അല്ല അക്യുപങ്ചർ. I got relief because my muscle was totally cramped because of my old damages. അത് റിലീസ് ആയത് അപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഒരു സ്പായുടെ പാർട്ടാണ്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൗ യു ആർ ഗോയിങ് ആൻഡ് ഹൗ യു ആർ അപ്രോച്ചിങ് ദ സ്പാ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ്. ഗെറ്റ് യുവർ ട്രീറ്റ്മെന്റ് ഡൺ, കം ബാക്ക്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, അലൻ ഡോക്ടർ അതൊന്നും ചോദിച്ചോട്ടെ, എൻ്റെ ആരെങ്കിലും വേണ്ടി ചോദിക്കുക. അലൻ, ഡോക്ടർ അലൻ, ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ഇതിൻ്റെ നാഡികൾ എവിടെയാണ്, എവിടെ തിരുമണം, എവിടെ തൊട്ടാലാണ് ഇതിനൊരു റിലാക്സേഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു സയൻസ് ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള സയൻസ് സാധാരണക്കാരന് അറിയാൻ പറ്റുമോ, അതോ ഇത് കുറച്ചുകൂടി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ? നമ്മൾ എവിടെയെങ്കിലും ഞെക്കിയാൽ ആ റിലാക്സേഷൻ കിട്ടുമോ? അപ്പോൾ ഒരു ഞെക്കലിൻ്റെ ഒരു ശാസ്ത്രം അതെന്താണ്? ബേസിക്കലി ഒരു രണ്ട് കാര്യം ഞാനൊന്ന്, അതായത് ഞാൻ ബേസിക്കലി ഫിസിയോതെറാപ്പിസ്റ്റ് പെയിൻ എക്സ്പേർട്ടാണ്. അപ്പോൾ ഈ സ്പായും ഫിസിയോതെറാപ്പിയും ഇതൊന്നും രണ്ടാണ്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ക്ലിനിക്കലി സൈഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഈ സാധാരണ മനുഷ്യർക്ക് ഈ എവിടെയാണ് നരമ്പ്, എവിടെയാണ് ബോൺ എൻഡിങ്, എവിടെയാണ് ജോയിന്റിന്റെ മൂവ്മെന്റ് അവസാനിക്കുന്നത്, ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ഇത് ഈ ടെക്നിക്കൽ സൈഡ്, ഇപ്പൊ ഡോക്ടർ, നമ്മുടെ ഓർത്തോപീഡിയൻ ഡോക്ടർ അവിടെ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് ഇരിക്കുന്നത് പോലെ ഞങ്ങൾക്കിത് അറിയാമെങ്കിൽ ഈ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരാളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റേ സ്പായിൽ നോർമൽ ഇപ്പൊ ഒരാളുടെ കൈ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ചില സ്റ്റിമുലേഷൻ നടക്കും. അപ്പൊ അവിടെ പുള്ളിക്ക് അവിടെ നെർവ്സ് ഉണ്ടോ നരമ്പുണ്ടോ എന്താണെന്ന് അറിയില്ല. ബട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ ബോഡിയിൽ നടക്കും, അതൊരു ടച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബട്ട് സ്പായിൽ വരുമ്പോൾ സ്പാ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈഡ് അവർക്ക് അറിയില്ല.
അതായത് ഏത് ബ്ലഡ് വെസൽസാണ് പോകുന്നത് അല്ലെങ്കിൽ ഏത് നരമ്പാണ് പോകുന്നത് ഇത് അവർക്കറിയില്ല. പക്ഷേ അവർക്ക് അവരുടെ സ്കിന്നിന്റെ മുകളിൽ കൂടി എവിടെ എന്ത് ഏതുതരം പ്രഷർ കൊടുക്കണമെന്ന് പ്രൊഫഷണലി പഠിച്ചവരാണ്. അതിനപ്പുറം അവരൊന്നും ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ബാക്ക് പെയിൻ ഉണ്ട് അല്ലെങ്കിൽ നടുവിന്റെ അവിടെ ഒരു പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് സ്പാ എടുക്കില്ല. സ്പാന്റെ ഓൺലോ തെറാപ്പിസ്റ്റിനോട് ചോദിക്കാം, അവരെടുക്കില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലിനിക്കൽ സൈഡിലോട്ടായിരിക്കും വിടുക. അപ്പൊ ഇവർക്ക് അറിയേണ്ടത് നോർമൽ, അതായത് ഒരു നോർമൽ പേഴ്സൺ, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ക്ലിനിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ, ഫിസിക്കലി നമ്മൾ ബോഡി ഒന്ന് റിലീസ് ആകാൻ, റിലാക്സ് ആകാൻ എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്നറിയാം. അതിൻ്റെയും മുകളിൽ ടെക്നിക്കൽ സൈഡിൽ അവർക്ക് അറിയാണ്ടല്ല, അവരത് ചെയ്യത്തുമില്ല. സ്പൈന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കഴുത്ത് പിടിച്ച് ഉടയ്ക്കുക ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ആ സൈഡിലോട്ട് അവർ പോവില്ല. പക്ഷെ അവർക്ക് എവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാം. നോർമൽ പീപ്പിൾസിന് അത് അറിയില്ല. ജസ്റ്റ് അവർ ഇപ്പോൾ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരോ നമ്മുടെ കയ്യിൽ ജസ്റ്റ് തടവുമ്പോൾ നോർമലി തടവുന്നേ ഉള്ളൂ. ഇവർക്കത് ടെക്നിക്കൽ സൈഡ് എവിടെ എത്ര പ്രഷർ എങ്ങനെ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. സ്പാ ടെക്നീഷ്യൻ. ഞാൻ ഒട്ടുമിക്ക മസാജ് സെന്ററിൽ പോയിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലല്ല, പുറത്ത് ഇന്ത്യയിൽ പുറത്ത് എന്താ അല്ല ഞാൻ ചോദിച്ചിലേക്ക്. അപ്പം അവിടെ ചെന്ന് അവർ എൻക്വയറി ചെയ്യുമ്പോഴത്തേക്കും അവര് ആദ്യം പറയുന്നത് അറിയാം, ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇന്ത്യൻസ് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഓപ്പോസിറ്റ് സെക്സ് ഓപ്പോസിറ്റ് ജെൻഡർ അവർക്ക് മസാജ് ചെയ്യണം. അതെന്താണ് ഇന്ത്യൻസിന് മാത്രം ഇങ്ങനെ ഒരു ടെൻഡൻസി? അങ്ങനെയല്ല, അത് നമുക്ക് ഈ സ്പായിനെ പറ്റി അതിന്റെ അവയർനെസ് ഇവിടെ അധികം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സ്പാ ഇവിടെ വളർന്നു വരുന്നത് അതിന്റെ ബിസിനസ് സൈഡ് കണ്ടുകൊണ്ടാണ് വളർന്നിരിക്കുന്നത്. അത് ശരിക്കാണോ വളർന്നെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള സ്പാ നമ്മൾ ശരിക്കാണോ വളർന്നു വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. പക്ഷെ ഇതിനൊരു ബിസിനസ് സൈഡ് ഉണ്ട്. അത് എങ്ങോട്ടോ കയറി പോകുന്നതെന്ന് പിടിച്ചിട്ടാണ് എല്ലാവരും സ്പാ പിടിക്കുന്നത്. അപ്പൊ അത് പ്രൊഫഷണൽ സൈഡ് അൺപ്രൊഫഷണൽ സൈഡ് നമുക്ക് നോക്കണം. സ്പാ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡർ ആണോ വേണ്ടത്, സെയിം ജെൻഡർ ആണോ വേണമെന്നതിലും അതിലുപരി ഇതിന്റെ ടെക്നിക്സ് ആണ്. നിങ്ങളുടെ ബാക്ക് മസിൽസ് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന തെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് റിലാക്സേഷൻ കിട്ടും. ഓപ്പോസിറ്റ്സ് നോക്കുന്നത് നമുക്കിവിടെ പരിചയമുള്ള സ്പാ ഓപ്പോസിറ്റ് സെക്സ്. അപ്പൊ ഒരു ഓപ്പോസിറ്റ് സെക്സ് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു റിലാക്സേഷൻ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇറ്റ്സ് അൺപ്രൊഫഷണൽ സ്പാ. എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ? How was your experience while working with the film crew? जो हमारे साथ जो हम शूट कर रहे थे, जब हम हमारे साथ काम किया, तो आपको कैसे लगा वो शूटिंग एक्सपीरियंस? कैसे Actually, मैं बस 5-6 days काम किया तो it was good. Yeah, it was very nice. സാറിന്റെ പ്രീവിയസ് ചിത്രങ്ങൾ കാണുക പോലീസ് സ്റ്റേഷൻ സ്പാ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ജോണൽ വെറൈറ്റി വരെ പിടിച്ചോണ്ടിരിക്കുന്നത്? വേറെ വേണ്ടേ? അതെ, വേറൊരു നമ്മള് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യാനുള്ള സാധ്യതകൾ, അതിന്റെ കഥാപാത്രങ്ങൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരാൻ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത, ഈ കഥയുടെ ഗ്രോത്ത് എങ്ങനെ പോകാൻ സാധ്യതയുണ്ട്, ആ കഥാ പശ്ചാത്തലം ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് വരാൻ സാധ്യതയുണ്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസസ് വരാൻ സാധ്യത, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഈ ആളുകൾ എന്തിനു കാണുമ്പോൾ ആളുകൾക്ക് രസിക്കാൻ സാധ്യതയുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും പുതിയതായിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ സിനിമ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടോ, ഇങ്ങനെ കഥ വന്നിട്ടുണ്ടോ. ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് എനിക്ക് മിസ്സായെന്നും തോന്നും, ഈ കഥ എനിക്ക് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ കഥ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ വരാറുണ്ട്. അങ്ങനെ എനിക്ക് മിസ്സായിട്ടുള്ള തോന്നിയിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നിയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി ഷാഡോ ആയിട്ട് പോയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ സ്പാ സെന്ററുകൾ കൊച്ചിയിൽ വിസിറ്റ് ചെയ്തിരുന്ന പിന്നെ ഞാൻ എത്രയോ സ്പാ സെന്ററുകളിൽ പോയി അവരോട് സംസാരിച്ചു, തെറാപ്പിസ്റ്റോട് സംസാരിച്ചു, സ്പാ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കാര്യങ്ങളും അഡ്വക്കേറ്റ്സിനോട് സംസാരിച്ചു.
ജഡ്ജസിനോട് സംസാരിച്ചു, സ്പായിൽ പോയിട്ടുള്ള ആളുകൾ, സ്പായിൽ പോകാറുള്ള ആളുകളോട് സംസാരിച്ചു. അങ്ങനെ ഈ അവിടെ സ്പാ സെൻറ്റേഴ്സിലെ ആൾക്കാരോട്, തെറാപ്പിസ്റ്റുകളോട്, പോകുന്നവരോട് ഒക്കെ സംസാരിച്ചു. സിനിമയിൽ എല്ലാവരും നമ്മൾ സംസാരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളല്ല, കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ഇതുപോലെ ഇൻഫർമേഷൻസ്, ഡാറ്റാസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ആഡ് ഓൺസ് കൂടെ, കുറച്ചൊരു ഇമാജിനേഷനും കുറച്ചൊരു ഫിക്ഷനും ഒക്കെ കൂടെ ആഡ് ചെയ്യും. ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ സ്പാ എന്ന് പറഞ്ഞ സിനിമ, എംബ്രിഷൻ സ്പാ സിനിമ ഒരു കള്ളക്കഥയാണ്. അതൊരു റിയലിസത്തിനേക്കാളപ്പുറം ഒരു കള്ളക്കഥയാണ്. ആക്ഷൻ ഹീറോ ബിജൂസ് 2 ഞാൻ ഷൂട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ, വളരെ ഇന്റേണൽ ആയിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാരണങ്ങളാൽ സിനിമയുടെ ഷൂട്ട് നിലച്ചു. പിന്നീട് അത് തുടരാൻ പറ്റിയിട്ടില്ല. അതിനി അതിൻ്റെ വിധി വരുന്ന പോലെ വരട്ടെ. പക്ഷെ അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അത് ദൈവം അനുഗ്രഹിച്ചാൽ അത് വേണ്ട. അയ്യോ ചിലപ്പോൾ ചെയ്താലോ, ഇപ്പോൾ വേണ്ട. സർ, ഈ ചിത്രത്തിൽ അഭിനയിച്ച മറ്റ് കുറെ ആർട്ടിസ്റ്റുകളുടെ വിനീത് തട്ടിൽ, അങ്ങനെ അതുവരെ കൂടി ഒന്ന് പറയാമോ? ആരൊക്കെയുണ്ട്? ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിന് വിനീത് തട്ടിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശാന്ത് ഉണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ, ദിനേശ്, സിദ്ധാർത്ഥ് ഉണ്ട്, കിച്ചു ഉണ്ട്, സിദ്ധാർത്ഥ്, നീന കുറുപ്പുണ്ട്, അശ്വിനുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിറയെ ആക്ടേഴ്സാണ്. ഇത് ഒരു 3 നിര 4 നിര ഇരിക്കാനും തീരാത്ത അത്രയും എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അതിൻ്റെ കൂടെ ടെക്നിക്കൽ ക്രൂ, അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സ്വരൂപാണ്, അതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് ഷിജി പട്ടണമാണ്, കോസ്റ്റ്യൂം സുജിത് മട്ടന്നൂർ, അതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് MR രാജകൃഷ്ണനാണ്, അതിന് ശങ്കർ ആണ് അത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിന് മ്യൂസിക് ചെയ്തിട്ടുള്ള ഇഷാൻ ചാബ്രയാണ്. വലിയൊരു സ്ട്രോങ് ഒരു ടെക്നിക്കൽ ക്രൂ ഉള്ള ഒരു സിനിമ കൂടിയാണ് സ്പാ. ആനന്ദനി ബാല, അവിടുത്തെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് ഓഫ് സ്പാ. ഫിലിം പ്രൊമോഷനെ പറ്റി കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഫിലിം പ്രൊമോഷന് മെയിൻ പ്രമുഖ താരങ്ങൾ വരാത്തതിനെ പറ്റി കുറച്ച് വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സിനിമയല്ല സാർ, കഴിഞ്ഞ ദിവസം ഒരു 10 ഇത് സ്പായുടെ പ്രസ് മീറ്റ് ആണ്. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ഇത്രയും പേര് ഈ സിനിമയിൽ പ്രവർത്തിച്ചവരും നിങ്ങളോട് ഇങ്ങോട്ട് ഇരിക്കണമെന്നുള്ളൂ, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഈ സിനിമയ്ക്ക് മാത്രമുള്ളതാണ്. ഇതൊന്നും അല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലേ? വേറെ ഇച്ചിരിയും കൂടി എന്തോ അറിയാനുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അത് തന്നെയായിരിക്കും. അതെ അതെ. ഹലോ ഞാനറിയാം. സിനിമ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മളോട് ചോദ്യം ചോദിക്കാന്നുള്ളത് അവരുടെ ഇപ്പം ഞാൻ മാധ്യമപ്രവർത്തകരായിരുന്നു, എത്രയോ വർഷത്തോളം മാധ്യമപ്രവർത്തകരായിരുന്നു. നമ്മൾ രാവിലെ ബ്യൂറോയിൽ മീറ്റിംഗ് ഇരിക്കുന്നു, രാവിലെ നമ്മൾ ബ്യൂറോയിൽ ഇരിക്കുകയാണല്ലോ. അതിന് ശേഷം അതിനൊരു പിന്നെ പല മാധ്യമങ്ങളിൽ മനോരമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മംഗളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ പീരിയോഡിക്കൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളോട് ആ മീറ്റിങ്ങിൽ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പറയുക, അത് സെല് ചെയ്യപ്പെടും. അപ്പോ അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അതിനോട് ചേർത്താണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇത്രയും നേരം അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നല്ലോ. ഞാൻ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചതൊന്നും അല്ലാതെ ചില കാര്യങ്ങൾ അറിയണമെന്ന് ചോദിക്കട്ടെ. നമ്മൾ ചോദിച്ചോട്ടെ. നിങ്ങളെ പണിമുടക്കിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ പേടി. നിങ്ങളെങ്ങാനും പണിമുടക്കിന്റെ ഒന്ന് പുറത്തിറങ്ങി ആശാനെ ഇടി ഉറപ്പ്. ഞാൻ സത്യത്തിൽ പുള്ളി മുണ്ടക്കയത്ത് ഒരു സാധാരണ ജേർണലിസം കഴിഞ്ഞാണ്. അദ്ദേഹം ജേർണലിസം കഴിഞ്ഞാൽ മാധ്യമത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് നല്ല നാട്ടുവഴക്കമുള്ള ഒരു മനുഷ്യനാണ്, നാട്ടുഭാഷാ വഴക്കമുള്ള ഒരു മനുഷ്യന്, നല്ല പച്ചത്തരം പറയുന്ന അദ്ദേഹം ഒരാളാണ് അദ്ദേഹം.
അത് രാവിലെ നേരെ കൊണ്ടുമ്പോൾ തന്നെ എനിക്ക് ഏതെങ്കിലും പത്രവാർത്ത അയച്ചു തരും. പിന്നെ ആ പത്രവാർത്തയെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം പിന്നെ തെറിയായി ഊരമായി. അപ്പൊ അദ്ദേഹത്തിനുള്ള പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രദ്ധിച്ച് സംസാരിക്കും. സാർ, ഞാൻ ഇതിന്റെ പ്രൊമോഷന് വേണ്ടി സഞ്ജു നിർമ്മാതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിന് വരുന്നില്ല എന്നായിരുന്നു എന്റെ തീരുമാനം. സാർ, മറ്റൊന്നുമല്ല, കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു. അപ്പൊ ഇനി വേണ്ടെന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാനിവിടെ അപ്പൊ എന്റെ വൈഫ് രാവിലെ പറഞ്ഞു, പക്ഷേ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു, കാരണം പോകാത്തതിന്റെ പേരിൽ നിർമ്മാതാവ് 15 ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ആപ്പാടെ നമുക്കൊരു മാരുതിയായിട്ടോ കാറുള്ളൂ, അത് വിറ്റാൽ അത് കിട്ടത്തുമില്ല. അങ്ങനെ പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ പ്രൊമോഷൻ വന്ന ഒരാളാണ് ഞാൻ. അല്ല, അത് നമ്മളത്ര നിസ്സാരവൽക്കരിച്ച് കണ്ട ഇപ്പോഴും വീണ്ടും കുഴപ്പമായി. ഇതെല്ലാം നിസ്സാരവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ച് കളയേണ്ട കാര്യങ്ങളല്ല. അത് ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഉള്ള ഒരാൾ സീരിയസ് ആയിട്ട് പറയണ്ട. അത് കല്ലുകൊടുക്കലുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. അതിനെ കുറിച്ചൊരു ഒരു സംവിധായകൻ, ഒരു പ്രൊഡ്യൂസർ അതിനെ കുറിച്ചൊരു പരാതി പറയുന്നു. ആ പരാതി മുഖ്യധാര മാധ്യമങ്ങളിൽ വന്നതാണ്. അപ്പോൾ അവർക്ക് പരാതി പറയാനൊരു കാരണമുണ്ടാവും. ബി ഉണ്ണികൃഷ്ണൻ സാർ അതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ 2 വേർഷനും വന്നു കഴിഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞു, ആ പരാതി വന്നു, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് അനൂപ് കണ്ണൻ പറയുന്നു. ഇത് രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള മാറ്റർ അല്ലെങ്കിൽ അവർ പറയില്ല, അവർക്ക് ഹർട്ടായിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഇനി അടുത്ത വേർഷൻ ആരെ കുറിച്ചാണോ പറഞ്ഞത്, അദ്ദേഹം അതിനെക്കുറിച്ചുള്ള മറുപടി പറയും. അതിനെക്കുറിച്ച് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. ആ മറുപടിക്ക് നമ്മൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം. ആ മറുപടി പറയേണ്ട അദ്ദേഹം. അവർ തമ്മിൽ നാളെ ഒരുമിച്ച് സിനിമയും നാളെ അനൂപ് കണ്ണനും ബിജു മേനോനും കൂടെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കും. അവർ ബി ഉണ്ണികൃഷ്ണൻ, ഇതൊക്കെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, ഇൻ ഹൗസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവർ ഒരുമിച്ച് പ്രോബ്ലംസ് ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യും, അതിന് സൊല്യൂഷൻ ഉണ്ടാവുകയും ആ സൊല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരുമിക്കുകയും ഒരുമിച്ച് സിനിമ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതൊരു എന്താ പറയുക, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്കുണ്ട്, സിനിമയിൽ സ്ഥിരം ശത്രുക്കളില്ല. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ ഒരു ദിവസം വഴക്കിടുന്ന ആളുകൾ, തർക്കിക്കുന്ന ആളുകൾ, നാളെ അവർ ഒരുമിച്ച് ജോലി ചെയ്യും. അവർ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന, ഒരു ഫോൺ ചെയ്താൽ തീരുന്ന, ചിലപ്പോൾ ഒന്ന് കണ്ടാൽ തീരുന്ന, ഒന്ന് ചിരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അവരുടെ. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ പറയാനുള്ള, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർ പ്രശ്നങ്ങൾ പറയുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായി സ്വാഭാവികമായിട്ട് ഞാൻ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അസോസിയേഷൻ പറയും, അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞെങ്കിൽ അവിടെ പരാതി പറയും, അല്ലെങ്കിൽ ഞാൻ ബി ഉണ്ണികൃഷ്ണൻ സാറിനോട് പറയും, ഫിഫ്റ്റിയോട് പറയും. അതൊക്കെ വരും. അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതൊന്നും ഇല്ലല്ലോ ഈ ലോകത്ത്. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. ഈ കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ നിസ്സാരവൽക്കരിച്ച് പറയേണ്ട കാര്യമല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററിനെ അവർ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നിങ്ങള് ബൈ ദ വേ യൂട്യൂബിൽ ഞങ്ങളുടെ പാട്ട് കണ്ടോ? സ്പായിന്റെ റാപ്പ് സോങ് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല, അത് യൂട്യൂബിലുണ്ട്. യൂട്യൂബിൽ കണ്ടുവല്ലോ. സുനി ഒരു പാട്ടിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഡാൻസും സാധനങ്ങളൊക്കെ നല്ല ആറ്റിറ്റ്യൂഡ് ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കാണണം അത്. അത് കാരണല്ല, ഇറ്റ്സ് എ റിയലി നൈസ് സോങ്. ശ്രുതി മേനൻ ഷാറുഖ് ഖാന്റെ കൂടെ ഒരു അഡ്വർടൈസ്മെന്റ് അല്ലായിരുന്നു പറയണ. പ്ലീസ് വാച്ച് ദ സോങ്. സരഗമ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നലെ 5 o'clock ഞങ്ങൾ റിലീസ് ചെയ്തു. ഇറ്റ്സ് എ റാപ്പ് സോങ്, എല്ലാവരും കാണണം. ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷേ മഞ്ജു അവിടെ നിന്ന് കാണിക്കുന്നു എന്താന്ന് വെച്ചാൽ സ്പാ ചെയ്യാനൊരു ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും തെറാപ്പി ട്രൈ ചെയ്യണമെങ്കിൽ, മസാജ് തെറാപ്പി, കാലിന്റെ റിലാക്സേഷൻ, കൈ റിലാക്സേഷൻ ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് സാധനം ചെയ്യാൻ വേണ്ടി നമ്മൾ തെറാപ്പിസ്റ്റുകളുണ്ട്. മെയിൽ ടു മെയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ക്രോസ് മസാജ് നമ്മൾ വിവാഹത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇത് ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് ഒരു കൈയോ കാലോ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കും. ഞാനത് വേണമെങ്കിൽ ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ റൈഡ് മേടിച്ചിട്ട് സ്പായിൽ പോകാതിരുന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ
റൈഡ് മേടിച്ച് തെറാപ്പിക്ക് പോകാതിരുന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ റൈഡ് ഉണ്ടാവില്ല. ഞാനിത് രാവിലെ എൻ്റെ ഒരു വളരെ എന്താ പറയുന്നത് ഗുരുതുല്യനായ ഞാനെൻ്റെ ഗുരുതുല്യനായ ഒരു കേൾക്കും ശ്രുതി, ഞാനെൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റ് രാവിലെ ചോദിച്ചു. എൻ്റെ ഗുരുതുല്യനായ ഒരു അഡ്വക്കേറ്റ് ശ്രീ മോഹൻരാജ് സാർ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഈ സ്പാ ബെഡിട്ടിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ എന്തെങ്കിലും കേസെടുത്ത് എന്നെ ജയിലിലടയ്ക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ മസാജ് ചെയ്താൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മസാജ് ചെയ്താലും തെറ്റില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊരു മോശമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് മസാജോ ഒരു ഫുഡ് മസാജോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. പോകാൻ ഭയമുള്ളവർക്ക് ആരെങ്കിലും ട്രൈ ചെയ്യണോ? Come on. Okay.